മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 350 പവൻ സ്വർണം കവർന്ന കേസിൽ പ്രധാന പ്രതി പൊന്നാനി സ്വദേശി സുഹൈൽ എന്ന പോലീസ്. പിടിയിലായ സുഹൈൽ, നാസർ, മനോജ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കവർച്ച നടത്തിയതിൽ 1100 ഗ്രാം സ്വർണം മാത്രമാണ് ഇതുവരെ കണ്ടെടുക്കാനായത്. ഏപ്രിൽ 13-നാണ് പൊന്നാനിയെ നടുക്കി രാജീവ് എന്ന പ്രവാസിയുടെ അടച്ചിട്ട വീട്ടിൽ നിന്ന് 350 പവൻ സ്വർണം കവർച്ച നടത്തിയത്. സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി. വീട്ടിലെ CCTVയുടെ DVR പ്രതി നശിപ്പിച്ചത് ഈ വഴിക്കുള്ള അന്വേഷണത്തെ ബാധിച്ചു. സ്ഥിരം കുറ്റവാളിയായ പൊന്നാനി സ്വദേശി സുഹൈൽ ആദ്യം മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സുഹൈലിന്റെ ഭാര്യ വീട് കവർച്ച നടന്ന വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ്. രാജീവിന്റെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കിയ സുഹൈൽ ഒറ്റയ്ക്ക് വീട്ടിൽ കയറി ലോക്കർ കുത്തി തുറന്ന് മോഷണം നടത്തിയെന്നാണ് മൊഴി. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. നാസർ ഗൂഢാലോചനയിലുണ്ടായിരുന്നു. കവർച്ച നടത്തിയ സ്വർണം വിൽപ്പന നടത്തുന്നതിൽ മനോജ് സഹായിച്ചു. തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇവരിപ്പോഴും വിശ്വാസത്തിൽ എടുക്കാത്തതിൻ്റെ ഒരു കാരണം. ഒന്നിലധികം ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ കെൽപ്പെട്ട ആളാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനും സാധ്യതയുണ്ട്. നാസറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നാസർ സഹകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു 350 പവൻ സ്വർണത്തിൽ 1100 ഗ്രാം സ്വർണവും 7.5 ലക്ഷം രൂപയും 2 ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നും SP R വിശ്വനാഥ്. റിക്കവറി പ്രൊസീഡിങ്സ് ലീഗലായിട്ടുള്ള നടന്നു വരുന്നേ ഉള്ളൂ. ഏതാണ്ട് 1100 ഗ്രാമോളമുള്ള സ്വർണവും സെർച്ച് പ്രകാരമുള്ളൊരു 7.5 lakhs rupees അമൗണ്ടും 2 ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. കവർച്ച നടത്തിയ സ്വർണം വിൽപ്പന നടത്തിയതും കേരളത്തിൽ തന്നെ. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. 24 മലപ്പുറം.